ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മടിക്കരുത്. അതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സിറംസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വേഗം ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ബോർ അടിപ്പിക്കുന്നില്ല, വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹെയർ സിറംസ് ഉണ്ടെന്നാണ്. 2 ടൈപ്സ് ഓഫ് ഹെയർ സിറംസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന ഹെയർ സിറം ആണ്. അതെന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹെയർ സിറം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹെയർ സിറം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുകയാണ്, ഒട്ടും തന്നെ നമുക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹെയർ സിറംസ് ആണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് ജടയൊക്കെ കുത്തിയിരിക്കുകയാണ്, അതുപോലെ നിങ്ങളുടെ ഹെയറിന് ഒരു ഷൈനിങ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഹെയർ സിറം. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്ന ഈ രണ്ടാമത്തെ ഹെയർ സിറത്തെ കുറിച്ചിട്ടാണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സിറവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഈ ഹെയർ സിറം എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹെയർ സിറം, നമ്മുടെ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹെയർ ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ സിറത്തിൽ സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്കൊരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ തരുന്നത്. അതുപോലെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി എന്ത് ചെയ്യും, ഈ സിലിക്കൺ എന്ത് ചെയ്യും, നമ്മുടെ ഹെയറിലെ ഓരോ സ്ട്രാൻഡ്സിലും ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മുടെ ഹെയർസ് ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് 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 നിൽക്കില്ലേ, അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഹെയർ ഒക്കെ നല്ലൊരു എന്താ പറയുക, നല്ല ഷൈനിങ് ആയിട്ട് നല്ല മാനേജബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലുള്ള സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഹെയർ സിറത്തിലും ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ മുടി മാനേജ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടായിരിക്കും ഹെയർ സിറം വാങ്ങുന്നത്. മേ ബി എനിക്കിപ്പം ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന് സ്പ്ലിറ്റൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ സിറം ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുടിയുടെ അറ്റം ഭയങ്കര ഫ്രിസി ആയിട്ട് നിന്ന് അത് നമ്മൾ പുറത്തൊക്കെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അത് കൂട്ടി ഒരച്ചൊരച്ചാണ് നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹെയർ സിറം നമ്മുടെ മുടിയുടെ ഹെയറിന്റെ ടിപ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓയിൽ, ഒരു എന്താ പറയാ, ആ ഒരു ഹെയർ സിറം എന്ത് ചെയ്യാണ്, ഒരു കോട്ട് പോലെ വരികയല്ലേ നമ്മുടെ ഹെയറിന് ചുറ്റും. അപ്പം ആ ഒരു എന്താ പറയാ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നതെന്ന് തടയാൻ വേണ്ടിയിട്ട് ഹെയർ സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഹെയർ സിറത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെയറിനെ ഹീറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഹീറ്റിംഗ് ടൂൾസ്, നിങ്ങൾ സ്ട്രെയിറ്റ്നർ, കേളർ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹെയർ സിറം, ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഹെയർ സിറം, നമ്മുടെ ഹെയർ ഗ്രോത്തിനല്ലാതെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെയർ സിറം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊരു പരിധി വരെ എന്ത് ചെയ്യും, ഹീറ്റിൽ നിന്ന് നിങ്ങളുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം ഈ സൺസ്ക്രീൻസ് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹെയർ സിറംസ് യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരുപാട് വെയിൽ ഏൽക്കുന്നത്, അതുപോലെ പുറത്തുള്ള പൊടി, അതുപോലെ ഈ വാഹനത്തിന്റെ ഒക്കെ പുകയൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹെയറിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയറിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഒരു ഘടകമാണ് ഈ പൊടി, അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തുനിന്നുള്ള കാറ്റൊക്കെ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹെയർ സിറംസ് യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് വെയിലെന്നും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മുടെ ഹെയറിൽ തണുപ്പ് വരുന്നതും നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല. അപ്പൊ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെയർ സിറംസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്സ് ഓഫ് ഹെയർ സിറംസ് ഉണ്ട്. ഒന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത്, ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെയർ നല്ല മാനേജബിൾ ആക്കാനും ഫ്രിസൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്, ഇതിൽ ഏത് സിറമാണ് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഹെയർ ഗ്രോത്തിന് വാങ്ങുന്ന സിറം മാത്രമേ നിങ്ങൾക്ക് സ്കാൽപ്പിൽ, നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സിറം എന്ന് പറയുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സിറംസ് ആണ്. അല്ലാതെ ഈ ഒരു ഫ്രിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്ന ഹെയർ സിറം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ സ്കാൽപ്പിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം അതിൽ കുറച്ച് നമ്മൾ ഈ ഹെയറിൽ യൂസ് ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞ പോലെ സിലിക്കോൺ, അതുപോലെ തന്നെ കുറച്ച് കെമിക്കൽ സംഭവങ്ങളൊക്കെ ആഡ് ഓൺ ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബാധിക്കും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഹെയർ ലെങ്ത്തിൽ, അതായത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹെയർ സിറം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴൊക്കെയാണ് സിറംസ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക്
നിങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു ചെറിയ നനവോടുക്ക് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിൽ മാത്രം, സ്കാൽപ്പിൽ അല്ലാതെ ഹെയർ ലെങ്ത്തിൽ മാത്രം, അതുപോലെ ഹെയറിന്റെ അറ്റത്തൊക്കെ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എഗെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെയർ സിറം ആ ഒരു ചെറിയൊരു നനവോടുക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെയർ സിറംസ് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ നിങ്ങൾ മുടി ഈ ഡീടാങ്കിൾ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ജട പിടിച്ച് കിടക്കുന്ന മുടി നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കില്ല, ആ സമയത്ത് നിങ്ങൾ ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുടി നല്ല രീതിക്ക് ആ ഒരു ജടയൊക്കെ കളയാൻ വേണ്ടി പറ്റും. അതുപോലെ മുടി കൂടുതലായിട്ട് നമ്മൾ ജട കളയുമ്പോൾ ചിലവർക്കുള്ള പ്രശ്നമാണ് ഒരുപാട് മുടി പൊട്ടിപ്പോകുന്നു, അങ്ങനത്തെ പ്രശ്നമൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ഹെയർ സിറം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മുടികൾ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പിന്നെ നിങ്ങൾ നൈറ്റിലൊക്കെ നിങ്ങൾ പുറത്തൊക്കെ പോയി വന്ന ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ഹെയർ കെട്ടുന്നതിന്റെ മുന്നേ ഒന്ന് മാനേജ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഹെയർ സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ബയോലാഷ് എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഹെയർ സിറം ആണ് കേട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 മന്തിന്റെ മുകളിലായിട്ടുണ്ടാവും, എന്തായാലും ഒരു 2 months ഒക്കെ ആയിട്ടുണ്ടാവും. എനിക്കിത് നല്ല ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് അവർ 6 in 1 ഹെയർ സിറം എന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റഫ് എൻഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അതായത് നമ്മുടെ മുടിയുടെ അറ്റം ഭയങ്കര ഡ്രൈ ആയിട്ട് റഫ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയില്, പൊല്യൂഷൻ, ഡസ്റ്റ്, ഇതെന്നൊക്കെ നമ്മളതിന്റെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഷൈന് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഹെയറിൽ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മുടിയുടെ ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുപോലെ ഇത് നമുക്ക് കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു ഓയിലിന്റെ ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കയ്യിലെടുക്കില്ല, അതേപോലത്തെ ഒരു ഇതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ അത്രത്തോളം ഒന്ന് മാനേജബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓയിൽസ് ഒക്കെ, അവോക്കാഡോ ഓയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ സീഡ് ഓയിൽ, റോസ്മേരി എക്സ്ട്രാക്ട് ഒക്കെ ഈ ഒരു സിറത്തിൽ ആഡ് ഓൺ ആണ്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനാകെ കൂടെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് ഈ ഒരു സിറത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്മെല്ലാണ്. കുറച്ചിങ്ങനെ എനിക്ക് കുറച്ചൊരു കുത്തുന്ന സ്മെല്ലാണ്. പക്ഷെ ഓരോരുത്തരുടെ സ്മെൽ ഇതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ നല്ല ഇഷ്ടപ്പെടുന്ന സ്മെല്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഇത് കുറച്ചൊരു എടുത്തു നിൽക്കുന്ന സ്മെല്ല് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു തലവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും സ്മെല്ല് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓവറോൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് നമ്മുടെ ഹെയർ മാനേജ് ചെയ്ത് നിർത്താനും ഫ്രിസ് കൺട്രോൾ ഒക്കെ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും ഒരു ഷൈനൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ 2 ടൈപ്സ് ഓഫ് സീറം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള സിറം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.